നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തക പഠനം എന്ന സീരീസിലെ 18ാമത്തെ ക്ലാസ്സാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സിൽ തുയഥൈരയിലെ സഭയ്ക്കുള്ള ദൂതായിരുന്നു വിഷയം. ഈ ക്ലാസ്സിൽ സർദീസിലെ സഭയ്ക്കുള്ള ദൂതാണ് വിഷയം. സർദീസ് എന്ന പട്ടണം ഏജിയൻ കടലിന്റെ കിഴക്കൻ തീരത്ത് എഫസോസ്, തുയഥൈര എന്നീ പട്ടണങ്ങൾക്ക് മധ്യേ സ്ഥിതി ചെയ്യുന്നു. സർദീസ് എന്ന് പറയുന്നത് ലിഡിയ എന്ന ഒരു ഭൂപ്രദേശത്തെ ഒരു മുഖ്യ പട്ടണമായിരുന്നു. ടിമോളൂസ് എന്ന ഒരു മലയുടെ ഓരങ്ങളിലായിട്ടാണ് അത് സ്ഥിതി ചെയ്തിരുന്നത്. സർദീസ് ലിഡിയ എന്ന ഭൂപ്രദേശത്തെ മുഖ്യ പട്ടണമായിരുന്നു. ആ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി ആയിരുന്നു. ഇനി നമുക്ക് സന്ദേശത്തിലേക്ക് വരാം. 1-ാം വാക്യത്തിന്റെ വായന. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. യോഹന്നാൻ തേജസ്വിയായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാഴ്ച കണ്ടുകൊണ്ടാണ് ഈ വചനങ്ങൾ എഴുതുന്നത്. ഓരോ സഭയ്ക്കുമുള്ള സന്ദേശം നൽകുന്നത് കർത്താവ് തന്നെയാണ്. ആ ദർശനത്തിൻ്റെ ഓരോ കാഴ്ചയും കർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നവയായിരുന്നു. ഓരോ സഭയ്ക്കും കർത്താവ് സന്ദേശം നൽകുമ്പോൾ അത് നൽകുന്ന തൻ്റെ പേര് അഥവാ യേശു ക്രിസ്തു എന്ന് പറയാതെ അതിന് പകരം നൽകുന്ന വിശേഷണങ്ങളാണ് ദർശനത്തിൻ്റെ ഓരോരോ ഭാഗം വർണ്ണിച്ചുകൊണ്ട് താൻ പറയുന്നത്. അങ്ങനെ സർദീസിലെ സഭയുടെ ദൂതന് എഴുതുന്ന കർത്താവ് തന്നെ വർണ്ണിക്കുന്ന ദർശനത്തിൻ്റെ ഭാഗം അവർക്ക് പറഞ്ഞു കൊടുത്തു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളും 7 നക്ഷത്രങ്ങളും ഉള്ളവൻ ഈ കാര്യങ്ങൾ പറയുന്നു എന്ന്. ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ ഉള്ളവൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ചേർത്ത് ചിന്തിക്കാം. അനന്തരം ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മധ്യത്തിലും മൂപ്പന്മാരുടെ മധ്യത്തിലുമായി 7 കൊമ്പുകളും എല്ലാ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ 7 ആത്മാവുകളായ 7 കണ്ണുകളും ഉള്ള ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്ന പോലെ നിൽക്കുന്നത് കണ്ടു. ഈ വാക്യം അനുസരിച്ച് യോഹന്നാൻ ദർശനത്തിൽ ഒരു കുഞ്ഞാടിനെ കാണുന്നു. കണ്ടാൽ മുൻപ് അറുക്കപ്പെട്ടതായിരുന്നു എന്നതിൻ്റെ പാടുകൾ ശരീരത്തിൽ കാണാം. എന്നാൽ ഇപ്പോൾ ജീവനുള്ളതായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെയാണ് യോഹന്നാൻ കാണുന്നത്. ആ കുഞ്ഞാട് നമ്മുടെ കർത്താവ് തന്നെ. ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവിൻ്റെ കൈകാലുകളിൽ ആണിപ്പഴുതും വിലാപ്പുറത്ത് കുന്തം തുളച്ചുണ്ടായ മുറിവും ഉണ്ടായിരുന്നുവല്ലോ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് ആ ദർശനം പ്രതീകാത്മകമായി കാണിച്ചു തരുന്നത്. കുഞ്ഞാടിൻ്റെ അടുത്ത പ്രത്യേകത അതിന് ദൈവത്തിൻ്റെ 7 ആത്മാവുകളായ 7 കണ്ണുണ്ടായിരുന്നു എന്നതാണ്. കണ്ണുകൾ ദൈവ ആത്മാവാകുന്നു എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആകയാൽ അത് പരിശുദ്ധാത്മാവാണ്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം തന്നിലുണ്ടായിരുന്ന ദൈവാത്മാവ് തനിക്ക് കണ്ണുകളായിട്ടാണ് വർത്തിച്ചിരുന്നത്. ഒരു ജീവിക്ക് 7 കണ്ണുകളില്ല. എന്നാൽ ഇവിടെ 7 കണ്ണ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തികഞ്ഞ കാഴ്ച അത് കാണിക്കുന്നു. ആ 7 കണ്ണുകളെ സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സർവ്വഭൂമിയിലേക്കും ദൈവം അയച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവാത്മാവ് ഭൂമിയിലുള്ള സർവ്വതും കാണുന്നു. അങ്ങനെ യേശു ക്രിസ്തു ദൈവാത്മാവ് വഴിയായി ഭൂമിയിലുള്ള സർവ്വതും കാണുന്നു. എല്ലാ സഭകളെയും കാണുന്നു, എല്ലാ മനുഷ്യരെയും കാണുന്നു, അവരുടെ ഉള്ളും പുറവും എല്ലാം കാണുന്നു. ഈ കാര്യം സർദീസിലെ സഭയെ അറിയിക്കുന്നതിന് കാരണമുണ്ട്. അവിടെ നടക്കുന്ന കാര്യമെല്ലാം കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് വഴിയായി കാണുന്നുണ്ട് എന്നും അതുകൊണ്ടാണ് നിന്റെ പ്രവൃത്തികളെ ഞാൻ അറിയുന്നു, കാരണം നീ ജീവിക്കുന്നു എന്ന് പേരുള്ളവനാകുന്നു എങ്കിലും മരിച്ചവനാകുന്നു എന്നിങ്ങനെ സഭയുടെ അവസ്ഥയെക്കുറിച്ച് കർത്താവ് അറിയിക്കുന്നത്. നമ്മുടെ കർത്താവ് 7 നക്ഷത്രങ്ങളുള്ളവനുമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ 7 ദൂതന്മാരാണ്. അവ കർത്താവിൻ്റെ കയ്യിലാണുള്ളത്. അത് തനിക്ക് 7 ദൂതന്മാരുടെ മേലുണ്ടായിരുന്ന അധികാരത്തെ ചിത്രീകരിക്കുന്നു. ഈ പറഞ്ഞതിനും സർദീസ് സഭയുള്ള ബന്ധത്തിൽ പ്രസക്തിയുണ്ട്. 5-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം ജയിക്കുന്നവന് വെളുത്ത മേൽവസ്ത്രം അഥവാ നീതീകരണം നൽകുവാനും അവൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതിരിക്കുവാനും അവൻ്റെ പേര് തൻ്റെ പിതാവിൻ്റെ മുമ്പാകെയും തൻ്റെ ദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയുവാനും തനിക്ക് അധികാരമുണ്ട്. ആ ഏറ്റുപറച്ചിലിന് 100% വിലയുണ്ട്. നേരെ മറിച്ച് മാനസാന്തരപ്പെടാത്തവൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുവാനും അവൻ്റെ പേര് തൻ്റെ പിതാവിൻ്റെ മുമ്പാകെയും തൻ്റെ ദൂതന്മാരുടെ മുമ്പാകെയും തള്ളിപ്പറയുവാനും തനിക്ക് അധികാരമുണ്ട് എന്നൊക്കെ
ഈ ചിത്രീകരണം വിളിച്ച് പറയുന്നു. അടുത്തതായി, നിന്റെ പ്രവൃത്തികളെ ഞാൻ അറിയുന്നു എന്ന ഭാഗം ശ്രദ്ധിക്കാം. സഭയുടെ ദൂതന്മാരുടെയും മറ്റെല്ലാവരുടെയും പ്രവൃത്തികൾ കർത്താവ് അറിയുന്നു. തൻ്റെ പക്കലുള്ള ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ സകലവും ഉള്ളും പുറവും എല്ലാം ശോധന ചെയ്ത് കണ്ടെത്തുന്നതുകൊണ്ട് ഒരു കാര്യവും കർത്താവിന് മറവായിട്ടിരിക്കുന്നില്ല. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, നീ ജീവിക്കുന്നു എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. നീ ജീവിക്കുന്നു എന്ന് പേരുള്ളവനാകുന്നു എങ്കിലും മരിച്ചവനാകുന്നു എന്ന വാക്കുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് ചില വചനങ്ങളെ കൊണ്ടുവരും. ഒന്ന്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം സ്വതവേ നിർജീവമാകുന്നു. അപ്പം പ്രവൃത്തിയില്ലാതെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരെയാണ് ചത്തവിശ്വാസികൾ എന്ന് പൊതുവെ പറയുന്നത്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിൽ അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അവർ അധരം കൊണ്ട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ പ്രവൃത്തികൾ കാണിക്കുന്നത് അവര് കപടവിശ്വാസികളാണെന്നാണ്. കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് എന്നും നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി 7. അവിടെയും ആ ഏറ്റുപറച്ചിൽ മാത്രമല്ല, അവരുടെ പ്രവൃത്തികളും കൂടെ ആ ഏറ്റുപറച്ചിൽ ശരിയായതാണോ എന്ന് വിലയിരുത്തുവാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വായു കൊണ്ടുള്ള ഏറ്റുപറച്ചിൽ എപ്പോഴും ജീവന്റെ ലക്ഷണം ആകണമെന്നില്ല എന്ന് നാം ഇവിടെ കാണുന്നു. പ്രവൃത്തിയോട് കൂടെയുള്ള വിശ്വാസം ആകയാൽ നമുക്കുണ്ടായിരിക്കട്ടെ. ഇനി 2-ാം വാക്യം, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഇത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർദീസിലെ സഭയിൽ ആത്മീകമായി മരിക്കാറായിരുന്ന ചിലരെല്ലാം ബാക്കിയുണ്ടായിരുന്നു. അവരുടെ ആത്മീക ജീവിതം കണ്ടാൽ അവർ ഉടനെ മരിച്ചു പോകുമെന്ന് തോന്നിപ്പോകും. അവരെ ശക്തീകരിക്കേണ്ടത് സഭയുടെ ദൂതൻ്റെ അഥവാ സഭയിലെ ശുശ്രൂഷകന്റെ ചുമതലയായിരുന്നു. ആത്മീക ജീവന്റെ ലക്ഷണമായ അനുസരണത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാ വിശ്വാസികളിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അവരുടെ ആത്മീക ജീവിതം മന്ദീഭവിച്ച് നിശ്ചലമാകുവാൻ പോകുന്നു എന്ന് കാണുമ്പോൾ അവരെ ബലപ്പെടുത്തേണ്ട, ശക്തീകരിക്കേണ്ട ചുമതല സഭയുടെ ദൂതനാണ് അഥവാ ശുശ്രൂഷകനാണ് ഉള്ളത്. എന്നാൽ സർദീസിലെ ദൂതൻ അത് ചെയ്യുന്നില്ലായിരുന്നു, നിഷ്ക്രിയനായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് തന്നെക്കുറിച്ച് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ താൻ ചെയ്യുന്നില്ലായിരുന്നു. ഇങ്ങനെ ആ നിലയിൽ താൻ മരിച്ചവനായിരുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് വെച്ചാൽ ചിലതെല്ലാം താൻ ചെയ്യുന്നുണ്ടായിരുന്നു, ചെയ്യേണ്ടത് ചെയ്യുന്നുമുണ്ടായിരുന്നില്ല എന്നർത്ഥം. ഇങ്ങനെ തൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി ക്രിസ്തു കാണുന്നുണ്ടായിരുന്നില്ല. ഇനി 3-ാം വാക്യത്തിൻ്റെ വായന. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്നറിയുകയുമില്ല. ചാവാറായ ശേഷിപ്പുകളെ എങ്ങനെയാണ് ശക്തീകരിക്കുക? മരിച്ച പോലെയുള്ള സ്ഥിതി എങ്ങനെയാണ് മറികടക്കുക? അതിനുള്ള കർത്താവിൻ്റെ നിർദ്ദേശം ഇതാണ്. നീ എങ്ങനെ പ്രാപിച്ചു എന്നും എങ്ങനെ കേട്ടു എന്നും എങ്ങനെ പ്രമാണിക്കുന്നു എന്നും ഓർക്കുക. ഒന്ന്, നീ എങ്ങനെ പ്രാപിച്ചു എന്ന് ഓർക്കുക. വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആദ്യ നാളുകളെ ഓർക്കുന്നത്, അതായത് ഏത് വചനങ്ങൾ എങ്ങനെ കേട്ടിട്ടാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് എന്ന് ഓർക്കുന്നത്, എങ്ങനെയാണ് അനുസരിച്ച് പോന്നിരുന്നത് എന്ന് ഓർക്കുന്നത്, അതൊക്കെ തിരിച്ചു വരവിന് സഹായകരമായ വസ്തുതകളായിരിക്കും. ഉദാഹരണത്തിന് അപ്പസ്തോല പ്രവൃത്തികൾ 2:37 ചിലർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരത്തിലേക്ക് വന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇങ്ങനെയായിരുന്നുവോ കർത്താവ് നമ്മോട് ഇടപെട്ടത്? ലൂക്കോസ് 24:32 അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അനുസ്മരിക്കുന്ന ശിഷ്യന്മാരുടെ വാക്കുകൾ കാണുന്നു. ഒരുപക്ഷെ ഇങ്ങനെയായിരുന്നുവോ കർത്താവ് നമ്മോട് ഇടപെട്ടത്? തെസലോനിക്കരെ കുറിച്ച് പൗലോസ് 1 തെസലോനിക്കർ 1:6 അവർ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു എന്ന് സാക്ഷിച്ചിരിക്കുന്നു. അതാണ് തെസലോനിക്കയിലെ വിശ്വാസികൾ വിശ്വാസത്തിലേക്ക് വന്ന വിധം. അവരെക്കുറിച്ച് പൗലോസ് 1 തെസലോനിക്കർ 1:9 പറയുന്നത്, ജീവനുള്ള സത്യ ദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നതിനുമായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നാണ്. ഇത്തരം കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട്
വിശ്വാസത്തിനായി ഉറച്ചു നിന്ന എബ്രായരുടെ പൂർവ്വകാലം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് എബ്രായരെ പിന്മാറുന്നതിൽ നിന്നും തടയുവാൻ ശ്രമിച്ചത്. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. എബ്രായർ 10:32-35 വരെ. എന്നാൽ ചിലർ അങ്ങനെയല്ല. ആ അനുസ്മരണ അവർക്കില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവർ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നവനും അത്രേ എന്ന് 2 പത്രോസ് 1:9 പറയും പോലെയാണ് അവരുടെ കാര്യം. ആകയാൽ ഒരുവൻ തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അവൻ എങ്ങനെ പ്രാപിച്ചു എന്ന് ഓർത്തുകൊണ്ട് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുവാൻ ആവശ്യമുണ്ട്. 2, നീ എങ്ങനെ കേട്ടു എന്ന് ഓർക്കുക. നീ എങ്ങനെ കേട്ടു എന്നതിന് നീ ഏത് മനോഭാവത്തോടെ കേട്ടു, അനുസരിച്ചു എന്നാണ് അർത്ഥം. കൊർന്നല്യോസ് പറഞ്ഞത്, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്നാണ്. കൊർന്നല്യോസിന്റെ മനോഭാവമാണ് അവിടെ വ്യക്തമായത്. ഗലാത്യരെ സംബന്ധിച്ച് പൗലോസ് സാക്ഷ്യപ്പെടുത്തിയത്, നിങ്ങൾ ദൈവദൂതനെ പോലെ ക്രിസ്തുവിനെ പോലെ എന്നെ കൈക്കൊണ്ടു എന്നാണ്. ഗലാത്യരുടെ മനോഭാവമാണ് അവിടെ വ്യക്തമായിരിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, നീ ഇപ്പോൾ എങ്ങനെ പ്രമാണിക്കുന്നു എന്ന് ഓർക്കുക എന്നാണ്. നമ്മുടെ ഇന്നത്തെ ജീവിതം അന്നത്തെ ജീവിതവുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതാണ് എഫെസോസിലെ സഭയോട് ചെയ്യുവാൻ ആവശ്യപ്പെട്ടത്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്ന് കൽപ്പിച്ചിരിക്കുന്നതിലൂടെ കർത്താവ് ആവശ്യപ്പെട്ടത് അതാണ്. ഇനി 4-ാം വാക്യത്തിന്റെ വായന. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. മുമ്പ് പറഞ്ഞ ആത്മീക അവസ്ഥയിൽ നിന്നും വ്യത്യാസമുള്ളവരായി നിൽക്കുന്ന ചിലർ സർദീസിലുണ്ടായിരുന്നു. അവരായിരുന്നു സഭ മരിച്ചിട്ടില്ല എന്ന തോന്നലുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അവർ അവരുടെ മേൽവസ്ത്രങ്ങളെ മലിനമാക്കാതെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഈ വചനം നമ്മെ ചില സത്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, സർദീസിലെ സഭയിൽ ചിലർ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ സൂക്ഷിക്കലായിരുന്നു കർത്താവ് മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിച്ച പ്രവൃത്തികൾ. എന്നാൽ അവരതിൽ കരുതലുള്ളവരായിരുന്നില്ല. രണ്ടാമതായി, മേൽവസ്ത്രമാണ് പൊതുവെ മാലിന്യങ്ങളാൽ സ്പർശിതമായി മലിനമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊരു വ്യക്തിയുടെ സ്വഭാവത്തെ കാണിക്കുന്നു. വെൺവസ്ത്രം പോലെ സ്വഭാവമുള്ളവർ വിശുദ്ധിയിൽ നിർമ്മലതയിൽ ജീവിക്കുന്നവർ ആകുന്നു. അവർ യോഗ്യന്മാരാകുന്നതുകൊണ്ട് അവർ എന്നോടുകൂടെ വെളുത്തവയിൽ നടക്കുകയും ചെയ്യും. വിശുദ്ധിയിലും നിർമ്മലതയിലും നടക്കുന്നവർ യോഗ്യന്മാർ ആകുന്നു. കാരണം അവർ നീതീകരണം പ്രാപിച്ചവരും അതിനനുസൃതമായി ജീവിക്കുന്നവരും ആകുന്നു. അതുകൊണ്ട് അവർ കർത്താവിനോടുകൂടെ വെൺവസ്ത്രങ്ങൾ ധരിച്ച് നടക്കും. 5-ാം വാക്യം ഇനി നോക്കാം. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേര് ഏറ്റുപറയും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. വെൺവസ്ത്രം പോലെ സ്വഭാവമുള്ള ആ നീതിമാന്മാർ യഥാർത്ഥത്തിൽ നീതീകരിക്കപ്പെട്ടവരാണ്. ആകയാൽ അവർ ജയിക്കുന്നവരാണ്. ലോകത്തെയും പാപത്തെയും ജഡത്തെയും പിശാചിനെയും ഒക്കെ ജയിക്കുന്നവരാണ്. സർദീസിലെ ശേഷിച്ചവർ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞ് ജയിക്കണമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഒരിക്കലായിട്ട് ജയിക്കണമായിരുന്നു. തിരിഞ്ഞു വന്നാൽ അവർക്കും വെള്ള മേൽവസ്ത്രങ്ങൾ ധരിക്കുവാൻ നൽകപ്പെടും എന്നാണ് കർത്താവ് പറഞ്ഞത്. അഥവാ അവരും നീതീകരിക്കപ്പെടും എന്നാണ് കർത്താവ് പറഞ്ഞത്. അവൻ്റെ പേര് ജീവന്റെ പുസ്തക ചുരുളിൽ നിന്ന് ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. ജയിക്കുന്നവൻ്റെ പേര് ജീവന്റെ പുസ്തക ചുരുളിൽ ഉണ്ടായിരിക്കും എന്ന് സാരം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഏവരുടെയും പേര് ജീവപുസ്തകത്തിലുണ്ടല്ലോ. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെയാണ് തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് തള്ളിക്കളയുന്നത്. ആകയാൽ ജീവന്റെ പുസ്തക ചുരുളിൽ പേരുണ്ടായിരിക്കുവാൻ ഒരുവൻ ജയിക്കണം. അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചന ഹേതുവായും അപവാദിയെ ജയിച്ചു എന്നാണ് നാം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ദൈവത്തിൽ നിന്നും ജനിച്ചതെല്ലാം ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് 1 യോഹന്നാൻ 5 നാം വായിക്കുന്നു.
അവൻ്റെ പേര് എൻ്റെ പിതാവിൻ്റെ മുമ്പാകെയും അവൻ്റെ ദൂതന്മാരുടെ മുമ്പാകെയും ഞാൻ ഏറ്റുപറയുകയും ചെയ്യും എന്നാണ് അടുത്തതായിട്ട് കർത്താവ് ജയിക്കുന്നവർക്ക് നൽകുന്ന വാഗ്ദാനം. ജയിച്ചവർ അവരുടെ രക്ഷകനായ ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരിക്കൽ ഏറ്റുപറഞ്ഞവരാണ്, തുടർന്ന് ഏറ്റുപറഞ്ഞ് ജീവിക്കുന്നവരുമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുവാൻ ആവശ്യമുണ്ട്. ആകയാൽ ക്രിസ്തുവും അവരുടെ പേര് തൻ്റെ പിതാവിൻ്റെ മുമ്പാകെയും തൻ്റെ ദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. മത്തായി 10:32 എഴുതിയിരിക്കുന്നതുമായി ഇതിനെ താരതമ്യം ചെയ്ത് നോക്കുക. ജയിക്കാത്തവർ അവർ ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് ജീവിക്കുന്നവരല്ല. കാരണം അവർ കർത്താവിനെ അറിഞ്ഞിട്ടില്ല, അവർക്ക് അതിൽ അഭിമാനം തോന്നുന്നതുമില്ല. ആകയാൽ ക്രിസ്തുവും അവരുടെ പേര് തൻ്റെ പിതാവിൻ്റെ മുമ്പാകെയും തൻ്റെ ദൂതന്മാരുടെ മുമ്പാകെയും ഏറ്റുപറയുകയില്ല. ഇനി 6-ാം വാക്യം വായിച്ച് നമുക്ക് സമാപിക്കാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. യഥാർത്ഥത്തിൽ ദൂത് എഴുതിയിരിക്കുന്നത് സഭയുടെ ദൂതനാണ്, എങ്കിലും ബാധകമായിരിക്കുന്നത് സഭയ്ക്ക് ആഗമനമാണ്. ആത്മാവ് സഭകളോട് പറയുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്ത് എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ദൂതന് മാത്രമല്ല, ആ സഭയ്ക്കും മറ്റ് സഭകൾക്കും ഏതു കാലത്തും ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്കും ഉള്ളതാണ് ഈ സന്ദേശം. ഏത് മനുഷ്യർക്കുമുള്ളതാണ് ഈ സന്ദേശം എന്ന് വ്യക്തമാകുന്നു. അതുകൊണ്ട് ഈ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രബോധനങ്ങളെ ഉൾക്കൊണ്ട് കർത്താവിനെ അനുസരിച്ച് ജീവിക്കുക. കർത്താവിനെ സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കുക, സ്വീകരിച്ചവർ കർത്താവിനെ അനുസരിച്ച് ജീവിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്നേക്കും മഹത്വം. ആമേൻ.